പോളിംഗ് 80% മുകളിലേക്ക് ഉയർന്നത് തുണയാകുമെന്നാണ് ആലത്തൂരിൽ ഇരു മുന്നണികളുടെയും പ്രതീക്ഷ. 80.33 ആണ് ആലത്തൂരിലെ പോളിംഗ് ശതമാനം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഇന്നും തിരക്കിലാണ്. പ്രചാരണത്തിന്റെ തുടക്കം മുതൽ കണ്ട വീറും വാശിയും പോളിംഗിന്റെ അവസാന മണിക്കൂറിൽ വരെ പ്രകടമായതോടെയാണ് പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നത്. തനിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ജനം ഏറ്റെടുത്തതാണ് ബൂത്തുകളിൽ പ്രകടമായതെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഊർജ്ജമായത് ഇവിടുത്തെ വോട്ടർമാരാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്തായിരുന്നാലും വിജയം ഉറപ്പാണ്. 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് PK ബിജുവിന്റെ പ്രതീക്ഷ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഒരു മാസം നീണ്ട വിശ്രമമില്ലാത്ത പ്രചാരണത്തിനും വോട്ടെടുപ്പിനും ശേഷവും സ്ഥാനാർത്ഥികൾ ഇന്നും തിരക്കിലാണ്. രാവിലെ ഇറങ്ങിയ PK ബിജു ഗോവിന്ദാപുരത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലുള്ളവരെ സന്ദർശിച്ചു. തുടർന്ന് പിതാവ് മരിച്ച UR പ്രദീപ് MLA വീട്ടിലെത്തി. ഉച്ചയ്ക്ക് ശേഷം കല്യാണ വീടുകളിലെയും മരണ വീടുകളിലെയും സന്ദർശനത്തിനായി മാറ്റിവെച്ചു. രമ്യ ഹരിദാസ് ഇന്ന് മുഴുവൻ പറമ്പിക്കുളത്താണ്. നിശബ്ദ പ്രചാരണ ദിവസം പറമ്പിക്കുളത്തെ ആദിവാസി കോളനികൾ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അന്ന് ആശുപത്രിയിലായിരുന്നു. ഇതോടെയാണ് കോളനി യാത്ര ഇന്നത്തേക്ക് മാറ്റിയത്. NDA സ്ഥാനാർത്ഥി TV ബാബുവും ഇന്ന് ചില കല്യാണ വീടുകളും മരണ വീടുകളും സന്ദർശിക്കുന്ന തിരക്കിലാണ്. ശരത് ലാലിനോടൊപ്പം PM ഷബീർ, മീഡിയ 1, ആലത്തൂർ.